ഹായ് ഫ്രണ്ട്സ്, നമ്മള് ട്രിവാൻഡ്രത്ത് പൂവാർ ഐലൻഡിൽ പോയിട്ടുള്ള ഒരു വ്ലോഗാണ് കേട്ടോ ഇത്. അപ്പൊ ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഒരു ഐലൻഡ് ഉണ്ടെന്നും അവിടെ നമുക്ക് ഇങ്ങനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസോർട്ടുകൾ ഉണ്ടെന്നും ഞാൻ കുറച്ച് കാലമായിട്ടേ ഉള്ളൂ കേട്ടോ അറിഞ്ഞിട്ട്. അപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നമുക്കൊരു ഫെസിലിറ്റി പൂവാർ ഐലൻഡ് എന്നൊക്കെ പറഞ്ഞ ട്രിവാൻഡ്രത്ത് ഉണ്ടെന്ന് നമുക്ക് ആദ്യമായിട്ട് ഞാൻ അറിയുന്നത്. കാരണം ട്രിവാൻഡ്രം എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും കുറച്ചൊരു സിറ്റി, എപ്പം നോക്കിയാൽ നല്ല റോഡുള്ള ഒരുപാട് ബിൽഡിംഗ് ഉള്ള അങ്ങനെ ഒരു സ്ഥലമല്ലേ നമുക്കറിയുള്ളൂ. പക്ഷെ ട്രിവാൻഡ്രത്തിന് വേറൊരു മുഖം കൂടിയുണ്ട്. ഇതുപോലത്തെ ഐലൻഡ്സും അവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മളൊരു പൂവാർ ഐലൻഡ് റിസോർട്ടിന്റെ ഡേ പാക്കേജ് എടുത്തിട്ടാണ് പോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ വെൽക്കം ഏരിയ ചെന്ന് കഴിയുമ്പോൾ അവരുടെ ബോട്ട് അയക്കും. എന്നിട്ട് ഈ ബോട്ട് കയറിയിട്ട് നമുക്ക് റിസോർട്ടിലേക്ക് പോകാൻ പറ്റും. അപ്പൊ നമ്മൾ ബോട്ട് കയറി ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് നമ്മൾ റിസോർട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ ഈ പൂവാർ ഐലൻഡിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരു തുരുത്തിനപ്പുറത്തേക്ക് കടലാണ്. കടലും കായലും കൂടെ ചേരുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഈ പൂവാർ ഐലൻഡ് എന്ന് പറയുന്നത്. അത് കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. നമ്മൾ ഈ കടലിന് ഇങ്ങനെ കാണുമ്പോൾ കായലിന്റെ സൈഡിൽ കൂടി. പിന്നെ ഇത് റിസോർട്ടിന്റെ ഭാഗമാണ് കേട്ടോ, ഫ്ലോട്ടിംഗ് കോട്ടേജസ് ആണ്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് അവര് പറഞ്ഞത് ഇതിനകത്ത് കിടന്നുറങ്ങാനായിട്ട് വരുന്നവരുണ്ട്. മീൻസ് ഈ ഫ്ലോട്ട് ചെയ്ത് ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവല്ലോ, അങ്ങനെ വരുന്നവരുണ്ടെന്നാണ്. അങ്ങനെ നമ്മൾ റിസോർട്ടിൽ റീച്ചായി. എന്നിട്ട് അവിടുന്ന് എത്രയോ ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ട് കേട്ടോ ഈ റിസോർട്ടിന്. അപ്പൊ അവർ നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ വണ്ടിയിൽ കയറ്റിയിട്ട് നമ്മൾ റിസപ്ഷൻ ഏരിയ കൊണ്ടുപോയി. അപ്പൊ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു. അപ്പൊ ഡേ പാക്കേജ് എടുത്തതുകൊണ്ട് തന്നെ നമുക്ക് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ആക്ടിവിറ്റീസും ലഞ്ചും വൈകുന്നേരം ടീ സ്നാക്സും ഇതായിരുന്നു നമ്മുടെ ഫുൾ പ്ലാൻ കേട്ടോ. അപ്പൊ നമ്മൾ നേരെ എന്നിട്ട് നമ്മുടെ പൂളിലും പിന്നെ കയറാൻ പറ്റും കേട്ടോ. നമ്മളെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പൊ ഇതൊക്കെ റിസോർട്ടിന്റെ കോട്ടേജസ് ആണ്. 6500 രൂപയാണ് അവിടെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് അത് എനിക്ക് തോന്നുന്നു നല്ല വേർത്താണ് അവിടെ നിൽക്കാൻ വേണ്ടി. 2000 ആയിരുന്നു നമ്മുടെ ഡേ പാക്കേജിന്. അപ്പൊ അവിടെ നമുക്ക് ആക്ടിവിറ്റീസ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഈ റിസോർട്ടിൽ നമ്മൾ സ്റ്റേ ആയിട്ട് പോകുമ്പോൾ അവിടെ ചില ആക്ടിവിറ്റീസ് നമുക്ക് പേയബിൾ ആണ് കേട്ടോ. ഈ സൈക്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ അവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് എക്സ്ട്രാ പേ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതുപോലെ ഫിഷ് സ്പാ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ ഡേ പാക്കേജിനകത്ത് ഇതൊക്കെ 15 മിനിറ്റ്സ് നമുക്ക് പാക്കേജിൽ ഇൻക്ലൂഡ് ആണ്. 15 മിനിറ്റ്സ് നമുക്ക് സ്പാ ചെയ്യാം, ഈ സൈക്ലിംഗ് ചെയ്യാം, ഒക്കെ ചെയ്യാം കേട്ടോ. ഇവിടെ കുട്ടികൾക്കായിട്ടുള്ള റൈഡ് ഉണ്ടായിരുന്നു. ഇതേപോലെ വാൾ ക്ലൈംബിംഗ് വലിയവർക്കും ഉണ്ട്. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്കൊരു ജസ്റ്റ് ഒരു ഏരിയയിൽ തന്നെ നമുക്ക് ഒരുവിധം എല്ലാ ആക്ടിവിറ്റീസും ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി. ആമിക്കും സച്ച് ഓടി നടന്ന് അവരെല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരുപാട് ആക്ടിവിറ്റീസ് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആമിക്കുട്ടി തന്നെ ഊഞ്ഞാലാടുവാണേ. നമ്മൾ അവിടുന്ന് നമ്മുടെ പാക്കേജ് എടുത്തിട്ട് അതിനകത്ത് എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് നോക്കിയിട്ട് എല്ലാം നമ്മൾ ട്രൈ ചെയ്തു കേട്ടോ. ടയർ വാക്കിംഗ് ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, ചെയ്ത് നോക്കാം. പക്ഷെ അവർ നമുക്ക് എല്ലാ സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ ഇട്ട് തന്നിട്ടാട്ടോ ഇതൊക്കെ ചെയ്യാൻ പറ്റുക. നമുക്ക് വേണ്ടിയിട്ട് അവര് 3-4 പേര് അവിടെ ഉണ്ട്. അപ്പൊ അവർ നമുക്ക് എല്ലാ ഇൻസ്ട്രക്ഷൻസ് തരും. നമ്മുടെ എല്ലാ സേഫ്റ്റിയും നോക്കിയിട്ട് മാത്രമാണ്. ചെറിയ മീൻസ് കുറച്ച് ദൂരേ ഉള്ളൂ എന്നുണ്ടെങ്കിലും എല്ലാത്തിനും നമ്മൾ താഴെ വന്നാലും നമ്മൾ താഴെ വീണു പോവില്ല. അതുപോലത്തെ സേഫ്റ്റി തന്നിട്ടാട്ടോ നമുക്ക് എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റുക. അപ്പൊ ടയർ വാക്കിംഗ് ഞാനൊന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചാൽ പക്ഷെ കയറിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് കുറച്ച് പണിയാണ്, എന്തായാലും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. കയറി 2 ടയർ കയറി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കിതിങ്ങനെ ഇത് കാണുന്ന പോലെയല്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഹസ്ബൻഡ് കയറിയിട്ട് ഹസ്ബൻഡും പറഞ്ഞു ഇത് ചെയ്യാൻ നന്നായി, ഞാൻ തന്നെ കുറച്ച് മെനക്കെട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞു, എനിക്കിത് വയ്യ, ചെയ്യാൻ പറ്റില്ല, പേടിയാണ്. കാരണം ഒന്നാമത് എവിടെയും സപ്പോർട്ടിൽ കയറി പിടിച്ച് നമുക്ക് വേണമെങ്കിൽ പോവാം. പക്ഷേ എനിക്ക് കുറച്ച് പ്രശ്നമായിട്ട് തോന്നി. അപ്പൊ ഞാൻ അതുപോലെ തന്നെ തിരിച്ചു കയറി കേട്ടോ. ഞാൻ എനിക്കിനി പറ്റില്ല, ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചു കയറി. അപ്പൊ അതിന്റെ അതേ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് പിന്നെ സസ്പെൻഷൻ ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. അത് പിന്നെ എനിക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ. നമ്മൾ കാല് വെച്ചിട്ട് അങ്ങനെ കയറ് മുകളിൽ പിടിച്ചിട്ട്, നമുക്ക് സേഫ്റ്റിക്ക് തന്നിട്ടുള്ള കയറുണ്ടല്ലോ അതിന്റെ മുകളിൽ പിടിച്ചിട്ട് അങ്ങനെ നടന്നാൽ മതി. അപ്പൊ അത് ഞാൻ നല്ല ഈസി ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മള് പറക്കാട്ടിന്റെ വ്ലോഗ് കണ്ടവർക്ക് മനസ്സിലാകും, അതിനകത്ത് നമ്മളൊരു ബർമ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതന്നെയാണ് എനിക്ക് പേര് തോന്നുന്നത്. അതിനകത്ത് ആക്ടിവിറ്റീസിൽ ആ ബ്രിഡ്ജിന്റെ പേരും ഉണ്ടായിരുന്നു. അപ്പൊ അതന്നെയാണ് ഈ ബ്രിഡ്ജ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് സസ്പെൻഷൻ ബ്രിഡ്ജ് ആണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഈ നെറ്റിന്റെ മുകളിലൊക്കെ ആയിട്ട് പോകുന്ന ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ബർമ ബ്രിഡ്ജ് എന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതും ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഭയങ്കര സിമ്പിൾ. നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി കഴിഞ്ഞ് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പോവാൻ പറ്റും. ഇതൊക്കെ അടുത്തടുത്ത് 4 വശത്തായിട്ടുള്ളത്. അതുപോലെ സ്കൈ സൈക്ലിംഗ് ഉണ്ടായിരുന്നു. ഇതും നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്, പറക്കാട്ടിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും ഇതുപോലെ ആക്ടിവിറ്റീസ് ഒക്കെ റിസോർട്ടിന്റെ പെർമിസസ് തന്നെ ഉള്ളതാണ്. അവിടെ സ്റ്റേക്ക് വരുന്നവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ പറഞ്ഞ ചിലതുണ്ടല്ലോ, ഈ സൈക്ലിങ്ങും ഫിഷ് സ്പാ ഒക്കെയാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് പേ ചെയ്ത് ചെയ്യേണ്ടി വരിക. പക്ഷെ ഡേ പാക്കേജ് എടുത്ത് പോകുന്നവർക്ക് സുഖമാണ്. എനിക്ക് തോന്നുന്നു ഒരു ദിവസം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അവിടെ അടിച്ചു പൊളിക്കാൻ പറ്റും. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ബർമ ബ്രിഡ്ജ്.
ഇത് നമുക്ക് ഈ പറഞ്ഞ പറക്കാട്ടിന്റെ റിസോർട്ടിൽ ഈ ബ്രിഡ്ജ് കടന്നിട്ട് വേണം. കേരളത്തിലെ ഏറ്റവും ഹയസ്റ്റ് പേയബിൾ കേവ് ഹൗസ് ആണത്. കേവ് ഹൗസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഇതുപോലെ അത് ഇങ്ങനെ ക്രോസ് ചെയ്തൊക്കെ പോയി. അപ്പൊ ഞാനിങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ സച്ചുനും ഉണ്ടായിരുന്നു, സിപ്പ് ലൈനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അവനും സിപ്പ് ലൈനൊക്കെ കയറണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവനൊന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞാൽ കയറാന്ന് പറഞ്ഞാൽ അവനും ഞാനും സിപ്പ് ലൈനൊക്കെ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഫിഷ് സ്പാ ചെയ്യാനാണ് പോയത്. അപ്പൊ സ്പാ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മുടെ കാലൊന്ന് വാഷ് ചെയ്തിട്ട് പിന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് അതാണെന്ന് തോന്നുന്നു സൊല്യൂഷൻ, ഒരു വയലറ്റ് സൊല്യൂഷനിൽ നമുക്ക് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കാനുണ്ടായിരുന്നു തോന്നുന്ന സൊല്യൂഷൻ. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ കാലൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിൽ കയറി ഇരുന്നിട്ട് എനിക്കിത് ആദ്യമേ അറിയാം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, പക്ഷെ എന്നാലും നോക്കാന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ഇക്കിലാവും ഇത് കാല് വെക്കുമ്പോഴത്തേക്ക് അലറിയിട്ടുണ്ട് കേട്ടോ. അതെന്താ വെച്ചാൽ ഞാൻ തൃശ്ശൂര് ഉണ്ടല്ലോ മറൈൻ വേൾഡ്, അവിടെ ഞാനിത് കണ്ടിട്ടുണ്ട്. അവിടെ ഞാൻ ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് പറ്റാതിരുന്ന ഒരു കാര്യം. കാരണം നമുക്ക് എങ്ങനെ ശ്രമിച്ചാലും ഈ അവര് വന്ന് ഇങ്ങോട്ട് കൂടും. അപ്പൊ കാലം ഇങ്ങോട്ട് ഇക്കിലാവണ മാതിരി ഉണ്ടാവും കേട്ടോ. പിന്നെ അതിന് പുറത്തായിട്ട് മുയലുണ്ട്, മുയൽക്കുട്ടികളൊക്കെ ഉണ്ടായിരുന്നേ. നമ്മൾ പിന്നെ റിലാക്സ് ചെയ്ത് ഊഞ്ഞാൽ, ഇത് കുറേ ഇതുപോലത്തെ ഊഞ്ഞാലുകൾ പല ഏരിയയിലായിട്ട് അവരെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് എവിടെ വേണമെങ്കിലും കിടന്നിട്ടും ഇരുന്നിട്ടും ഒക്കെ റിലാക്സ് ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ ക്രിക്കറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ നെറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചോദിച്ചാൽ ബാറ്റും ബോളും ഒക്കെ അവർ തരും. അങ്ങനെ ഒരു കംപ്ലീറ്റ് പാക്കേജ് നമുക്ക് ഒരു ഡേ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ നല്ല അടിപൊളി ബുഫറ്റ് ലഞ്ച് ഉണ്ടായിരുന്നു. അതിൽ കേരള റൈസ്, ന്യൂഡിൽസ്, വെജ് ബിരിയാണി ഒക്കെ ആയിട്ട്. പിന്നെ അതുപോലെ കുറേ ഡെസേർട്സ് ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ആമിന്റെ കുറേ വൈകും, പക്ഷെ അവരതൊന്നും വലിയ കുഴപ്പമില്ലാതെ മാനേജ് ചെയ്തു കേട്ടോ. എന്നിട്ട് അതുപോലെ ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു, ഫിഷ് കറി, ബട്ടർ ചിക്കൻ, പൊറോട്ട, ഒരുപാട് വെറൈറ്റി ഡെസേർട്ട് അത് ഹൈലൈറ്റ്. അടപ്പായസം, പിന്നെ ഐസ്ക്രീം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ റെസ്റ്റോറൻറ്റ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ ഇറങ്ങിയത് പൂളിലേക്കാണ്. കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്തിട്ട് ചെറിയൊരു മഴ ഉണ്ടായിരുന്നു. അപ്പൊ മഴയൊന്ന് കഴിഞ്ഞിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. മഴയത്ത് പൂളിൽ ഇറങ്ങാൻ രസമാണ്. പിന്നെ നമ്മൾ കുട്ടികളുള്ളതിനകത്ത് റിസ്ക് എടുത്തില്ല. അപ്പൊ അവർക്കായിട്ട് ചെറിയൊരു ഏരിയ ഉണ്ട്. അവിടെ ഇരുന്ന് കുറച്ച് നേരം കളിച്ചിട്ട് പിന്നെ നമ്മൾ റിങ് എടുത്തിട്ട് കുട്ടികളെയും കൂട്ടിയിട്ട് പൂളിൽ കുറേ നേരം കളിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് സത്യമായി എനിക്ക് തിരിച്ചു പോകാൻ വലിയ ആഗ്രഹം. നമുക്കൊരു രാവിലെ 10 മണിക്ക് തുടങ്ങി ഈവനിങ് 5 മണി, മാക്സിമം 6 മണി വരെ വേണമെങ്കിലൊക്കെ അവിടെ നിൽക്കാം, വലിയ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് പോകുമ്പോൾ അത്ര ഭയങ്കര സങ്കടമായതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടെ. ഇനിയും പറ്റുകയാണെങ്കിൽ ഒന്നുകൂടെ വരാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിന്റെ എൻഡായിട്ട് അവിടെ കണ്ടതാ ഇതുപോലൊരു ഹട്ടിനകത്ത് ടീ കോഫി ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് അത് കഴിച്ച് സ്നാക്സ് ഒക്കെ കഴിച്ച് കുറച്ച് നേരം കൂടെ അവിടെ റിലാക്സ് ഒക്കെ ചെയ്തിട്ട് തിരിച്ചു പോവാം. അപ്പൊ ഇത് കണ്ടില്ലേ, ഈ അവിടെ നമുക്ക് ഇങ്ങോട്ടേക്ക് ബീച്ചിലേക്കും അവിടെ സ്റ്റേ എടുക്കുന്നവർക്ക് അവർ എൻട്രി അവർ തന്നെ കൊണ്ടുപോകും കേട്ടോ. അല്ലാത്തവർക്ക് വേണമെങ്കിൽ നമുക്ക് പുറത്തു കൂടെ റോഡിലും കൂടെ വേണമെങ്കിൽ പോകാൻ പറ്റും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ.